ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ എൻ്റെ മക്കളെ തലയിലൊരു കെട്ടും ഒരു കാവി ഇതൊക്കെ ഉടുപ്പിച്ചിട്ട് ഞാൻ എൻ്റെ കുട്ടിയെ നാളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് എൻ്റെ കുട്ടിക്ക് കാവി എടുത്തിട്ട് തലയിലൊരു കെട്ടും കെട്ടി പോകണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഏതെങ്കിലും സ്കൂളിൽ സമ്മതിക്കുമോ? MESൽ സമ്മതിക്കുമോ? ക്രിസ്ത്യൻ സംഘങ്ങളെ സമ്മതിക്കും? പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മതസ്വാതന്ത്ര്യം, അവർക്ക് പള്ളിയിൽ പോകാം, അവർക്ക് ആരാധന നടത്താം. ഇല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കുന്ന സ്കൂളുകളിൽ കുട്ടികളെ അയക്കുക. അതല്ലേ നമ്മളെല്ലാം ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലോ ഹിന്ദു വേഷധാരിയായിട്ട് എൻ്റെ മക്കൾ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവും. അത് പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന കളിക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാരും ഒരു കോമൺ ആയിട്ട് അതിലൊരു വ്യത്യസ്തത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അതിനുള്ള അധികാരം മാനേജ്മെൻറ്റുകൾക്കുണ്ട്. അത് അറിയാതെയാണ് ഈ വിദ്യാഭ്യാസം. ഞങ്ങളാരും ഹിജാബിനെതിരല്ലേ? എത്ര പണം ധരിച്ചു. ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകളെല്ലാം പർദ്ദയായിട്ടാണ് നടക്കുന്നത്. ആരെങ്കിലും എതിർക്കുമോ? അത് അവർ നടക്കും. പക്ഷേ സ്കൂളെന്ന് പറയുമ്പോൾ, കോളേജ് എന്ന് പറയുമ്പോൾ അവരവരുടെ മാനേജ്മെന്റ് ഒരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിഫോമിലാണ് പോകേണ്ടത്. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. സൺറീത്താസിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിലും അപ്പുറം ഒരു മറുപടിയും പറയാനില്ല എന്നുള്ളത് തന്നെയാ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടത്. ഓരോ ഹിന്ദു വിശ്വാസികളും നാളെ കാവിത്തുണിയുമായിട്ട് MES ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കയറി ചെന്നാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നുള്ളതാ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുള്ളത്. കേരളത്തില് ഈ ഒരു വിഷയത്തിൽ ഇത്രത്തോളം ന്യായമായിട്ട് ഒരു ചോദ്യം ചോദിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് പോലുമില്ല. കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, മുസ്ലിം ലീഗ് ആയിക്കൊള്ളട്ടെ, CPM ആയിക്കൊള്ളട്ടെ, ഇവര് മത്സരിച്ച് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയൊക്കെ എടുത്തങ്ങ് ആറ്റിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. അമ്മാതിരിയുള്ള മറുപടിയാണ് കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ സുരേന്ദ്രൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതും ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പ് കുഞ്ഞാലിക്കുട്ടി വിളിച്ചു പറഞ്ഞ പച്ചവർഗീയതയും നമുക്കെന്നെടുത്ത് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. ഈ ഒരു ചോദ്യം എത്രത്തോളം പ്രസക്തമായിട്ടുള്ള ചോദ്യ. ഇത് കേൾക്കുമ്പോഴേക്ക് സുഡാപ്പികൾ ചാടി വീണ് പറയോ, ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ചെയ്യേണ്ടതാണ്. ഹിന്ദു വിശ്വാസികൾ സ്ഥിരമായിട്ട് കാവിത്തുണി ഉടുക്കില്ലല്ലോ, അല്ലെങ്കിൽ കാവിഷാള് അണിയില്ലല്ലോ എന്നൊക്കെ ആർക്കെങ്കിലും സുഡാപ്പികൾ തീർച്ചയായിട്ടും ചോദ്യവുമായിട്ട് രംഗത്തിറങ്ങും. അവർക്കുള്ളൊരു മറുപടിയാ. 10-25 വർഷം പിറകോട്ടെന്ന് പോയാൽ ഇവിടെ ചുറ്റിക്കെട്ടുന്ന ഒരു നിക്കാബും കേരളത്തിൽ ഇല്ലായിരുന്നു. അത് ഈ അടുത്തായിട്ടാണ് പൊക്കിക്കൊണ്ട് വന്നതും അത് വലിയ നിയമമായതും. അതില്ലാത്തവരൊക്കെ പ്രശ്നക്കാരാണോ എന്നൊക്കെ ഇവിടെ ആളുകൾ വിളിച്ചു പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പോലും രംഗത്ത് കണ്ടു. അത് സ്വയം മതപണ്ഡിതൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ടൊക്കെ മാധ്യമങ്ങളോട് പറയുന്നത് തട്ടമിടാത്ത വക്കരയിടാത്ത ആളുകളൊക്കെ തന്നെ മോശക്കാരാണ് എന്നുള്ള രീതിയിലെ ഇയാളെ കാലഘട്ടത്തിൽ ജീവിച്ച മുസ്ലിങ്ങൾ മാത്രമേ നല്ലതുള്ളൂ എന്നാണ് അയാൾ പറയുന്നത്. പ്രത്യേകിച്ച് സെൻട്രീത്താസിലെ മറ്റ് സകല മുസ്ലിം വിദ്യാർത്ഥികളെ അപമാനിക്കുക കൂടിയാണ് ചെയ്തിട്ടുള്ളത്. 10-30 വർഷത്തിന് മുമ്പേയുള്ള സകല മുസ്ലിങ്ങൾ മോശക്കാരി എന്ന രീതിയിലാണ് ആ മതപണ്ഡിതരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുമുള്ളത്. ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യ. ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകൾ നാളെ മുതൽ കാവിത്തുണിയുമായിട്ട് കാവിശാളുമായിട്ട് വന്നാൽ അത് എങ്ങനെയാണ് ശരിയാവുക? അത് അംഗീകരിക്കോ ഇവിടെയുള്ള മുസ്ലിം മാനേജ്മെന്റുകൾ എന്നത് ഉൾപ്പെടെയാണ് സുരേന്ദ്രൻ ചോദിച്ചത്. ഇതിൽ നിന്നുകൊണ്ടൊന്നു ഈ ഒരു വിഷയത്തെ നോക്കിക്കാണൂ. വളരെ ലളിതല്ലേ? സൺറീത്താസിലേക്ക് കടന്നു കയറി ഈ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സുഡാപ്പിസം, ആ പ്രശ്നക്കാർക്ക് അങ്ങേയറ്റത്തെ പച്ചവർഗീയതയാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയത് എന്ന് വളരെ വ്യക്തല്ലേ? ഓരോ ആളുകളും ബോധത്തോടു കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കേരളത്തില് ഒരു ന്യായത്തിന്റെ ഭാഗത്ത് എന്തുകൊണ്ടാണ് കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗും ഒന്നും തന്നെ നിൽക്കാത്തത്? മറിച്ച് പോപ്പുലർ ഫ്രണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പള്ളുരുത്തി സ്കൂളിൽ ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. വളരെ വളരെ നിർഭാഗ്യകരമായിപ്പോയി. നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൂടാത്തതാണ്. നിയമം അനുസരിച്ച് വരികയാണെങ്കിൽ എന്നാ പറഞ്ഞത്. എന്ത് നിയമമാണത്? ഒരു കുട്ടിയുടെ തലയിൽ 1 മുഴം നീളം ഉള്ള ഒരു തുണി, അവരുടെ ശിരോവസ്ത്രം പോലെ തന്നെ, അത് കണ്ടാൽ പേടിയാവും, അത് നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങിയത് അത് വളരെ വളരെ നിർഭാഗ്യകരമായി കേരളത്തിൽ സംഭവിച്ചുകൂടാത്ത ഒന്നാണ്. ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത ഒന്നുമാണ്. പൊതുസമൂഹം ഇതിനെ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. യാതൊരു സംശയവും ആ കാര്യത്തിൽ എനിക്കില്ല. നിങ്ങൾ കേട്ടില്ല? കേരളത്തിൽ സംഭവിച്ചുകൂടാത്തത് എന്തൊക്കെയാണ് ഇയാളൊക്കെ വിളിച്ചു പറയുന്നത്? എത്ര വലിയ പച്ചവർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരെങ്കിലും ഭയപ്പെട്ടു എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്? ക്രിസ്ത്യൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഈ സെൻട്രീത്താസ് മാനേജ്മെന്റ് അതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പാളൊക്കെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
അത് കണ്ടാൽ അങ്ങനെ പ്രശ്നം ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവര് എല്ലാ സമയങ്ങളിലും ഉയർത്തിപ്പിടിച്ചത് അവരുടെ നിയമം അനുസരിച്ചുള്ള യൂണിഫോം ധരിച്ചു വരണം എന്നുള്ളത് മാത്ര. അല്ലാതെ അതൊന്നും എടുത്തു പറയുന്നതൊന്നും നമ്മളൊന്നും ഒരു സ്ഥലത്തും കേട്ടിട്ടില്ല. ഇയാളൊക്കെ പറയുന്നത് കേട്ടില്ല. എത്ര പച്ച വർഗീയതയാ! അതായത് പോപ്പുലർ ഫ്രണ്ടിനെ മറികടക്കുന്ന രീതിയിലല്ല ഈ പച്ച വർഗീയത ഇയാളൊക്കെ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ നല്ല ചൊട്ടാ മറുപടിയുമായിട്ടാണ് കെ സുരേന്ദ്രൻ രംഗത്തെത്തിയത്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. വളരെ ആസൂത്രിതമായി നടത്തുന്ന ഒരു നീക്കമാണ്. ഹിജാബ് പ്രശ്നം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ മതഭീകരവാദ സംഘടനകളാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സ്കൂളിലും മറ്റ് സ്വകാര്യ മാനേജ്മെന്റുകളിലും പോയി അവിടെയൊക്കെ നിസ്കരിക്കാൻ സ്ഥലം വേണം, കുട്ടികൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറയുന്നതിന് പിന്നിൽ നിഷ്കളങ്കമായ താല്പര്യങ്ങളല്ല. അവർക്ക് വേണമെങ്കിൽ ഹിജാബ് സ്വതന്ത്രമായി ധരിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കാം. അതിന് പകരം മറ്റ് സ്വകാര്യ മാനേജ്മെൻറ്റുകളിലും ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്കൂളുകളിലൊക്കെ പോയി അവിടെ നമാസ് നടത്താനുള്ള ഹാള് പ്രത്യേകം വേണം, അവിടെയൊക്കെ പോയി ഹിജാബ് ധരിക്കാനുള്ള അവസരം വേണം എന്ന് പറയുന്നതിന് പിന്നിൽ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു തന്ത്രമുണ്ട്. ഭീകരവാദികൾ എല്ലായിടത്തും ഇതുപോലെ ചില യൂണിഫോം, അവരുടെ ചില യൂണിഫോം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ ആരാണെന്ന് വളരെ വ്യക്തമാണ്. കേരളത്തിൽ മതഭീകരവാദികൾ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇതൊരു രക്ഷിതാവോ ഒരു പെൺകുട്ടിയോ വന്ന് സ്വമേധയെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമല്ല. എല്ലായിടത്തും അസ്വസ്ഥതകൾ ഉണ്ടാക്കി സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ് ഇതിന് പിന്നിൽ. നിർഭാഗ്യവശാൽ എപ്പോഴും മതേതരത്വം പറയുന്ന നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇന്നലെ സാധാരണ കുഞ്ഞാലിക്കുട്ടി ഈ പഞ്ചാരയിൽ പൊതിഞ്ഞാണ് വർഗീയത, പഞ്ചസാരയിൽ പൊതിഞ്ഞ് വർഗീയത കയറ്റിവിടുന്ന ഏറ്റവും വലിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇന്നലെ പഞ്ചസാര ഇല്ലാതെ അങ്ങ് കയറ്റിവിട്ടിരിക്കുക. അപ്പോൾ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഭീകരവാദ സംഘടനകളുടെ അജണ്ടയ്ക്ക് പിന്നാലെ പോകുന്നു എന്നുള്ളത് ഗൗരവമായി മലയാളി സമൂഹം, കേരള സമൂഹം ചിന്തിക്കേണ്ട വിഷയമാണ്. പഞ്ചസാരയിൽ പൊതിഞ്ഞ് വർഗീയത കളിക്കുന്ന ലീഗ് പോലും പരസ്യമായി ഈ വിഷയത്തിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി UDF-നോട് മത്സരിക്കുക. കോൺഗ്രസിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഞാൻ വിചാരിച്ച് ഈ IB ഈഡൻ കുറച്ച് സഭകളുടെ താല്പര്യം സംരക്ഷിക്കാൻ എന്തെങ്കിലും ഒരു നല്ല വർത്താനെങ്കിലും പറയുന്നതാണ്. ഒരു ലജ്ജാകരമായ നിലപാടാണ്. പോപ്പുലർ ഫ്രണ്ടിന് മുമ്പിൽ പരസ്യമായി മുട്ടുമടക്കുകയാണ് കോൺഗ്രസിന്റെ MP-മാരും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി. നിങ്ങൾ കേട്ടില്ലേ? IB ഈഡനെയും കുഞ്ഞാലിക്കുട്ടിയൊക്കെ വലിച്ച് ചുരുട്ടി കൂട്ടി ആറ്റിലേക്ക് അങ്ങ് എറിഞ്ഞിട്ടുണ്ട്. അമ്മാതിരി ക്ലിയർ കട്ടായിട്ട് എത്ര ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് കെ സുരേന്ദ്രൻ കാര്യങ്ങൾ കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ വിഷയമാണെങ്കിൽ പണ്ടൊക്കെ പഞ്ചസാര കൂട്ടിയിട്ടായിരുന്നു ഈ പച്ചവർഗീയത തുപ്പിക്കൊണ്ടിരുന്നത്. എന്നാൽ അത് മാറിയിട്ട് പച്ചക്ക് വിളിച്ചു പറയുന്ന രീതിയിലേക്ക്, പോപ്പുലർ ഫ്രണ്ടിനെയും മറികടക്കുന്ന രീതിയിലേക്ക് മുസ്ലിം ലീഗ് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ വ്യക്തമായിട്ട് പറയുന്നത്. അത് കുഞ്ഞാലിക്കുട്ടിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ സെൻട്രീതാസ് വിഷയത്തെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. സെൻട്രീതാസിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടിയൊക്കെ കേരള പൊതുസമൂഹത്തോട് നെറികേടാ ചെയ്തത്. അങ്ങേയറ്റത്തെ നെറികേട്. പരമാവധി ഓരോ വാക്കുകളും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പച്ച വർഗീയത. ആ പ്രശ്നമുണ്ടാക്കിയ വ്യക്തിയെ ബന്ധപ്പെട്ടിട്ട് മറ്റേതെങ്കിലും മുസ്ലിം മാനേജ്മെന്റുകളിൽ പഠിപ്പിച്ചൂടെ? നിങ്ങളോട് ഇതിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ കാര്യങ്ങൾ അവർ പറഞ്ഞതല്ലേ? എന്തിനാണ് പിടിവാശി പിടിച്ച് ഇവിടെ കേരളത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് ചോദിക്കേണ്ട മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയൊക്കെ പോപ്പുലർ ഫ്രണ്ടിനെയും മറികടക്കുന്ന രീതിയിലേക്ക് രംഗത്ത് വരുന്നു. കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാ? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ന്യായമായിട്ട് നീതിയുള്ളത് എന്ന് പറയുന്നത് സെൻട്രീതാസ് മാനേജ്മെന്റിന്റെ ഭാഗത്താ. അത് കെ സുരേന്ദ്രൻ എത്ര ക്ലിയർ കട്ട്, എത്ര ക്ലാരിറ്റിയോട് കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഇവിടെ പറയുന്ന CPM ആണെങ്കിലും IB ഈഡൻ കോൺഗ്രസ് ആണെങ്കിലും ഈ പറയുന്ന മുസ്ലിം ലീഗ് ആണെങ്കിലും ഇവർക്ക് പോപ്പുലർ ഫ്രണ്ടിനെ മറികടക്കാനുള്ള നീക്കങ്ങളല്ലേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റൊരു കാര്യം എടുത്തു പറയാം. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പ്രശ്നം ഉണ്ടായതിന്റെ തൊട്ടു പിന്നാലെ വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തി. എന്ത്? അത് മാനേജ്മെന്റിന്റെ ഭാഗമാണ് ശരി എന്ന രീതിയിലുള്ളൊരു പ്രഖ്യാപനം നടത്തി. തൊട്ടു പിന്നാലെ ഈ പാരന്റ്, ഈ പ്രശ്നം ഉണ്ടാക്കിയ പാരന്റ് എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് അവിടെ തന്നെ തുടരാനുള്ള തീരുമാനത്തി. ആ തീരുമാനം എത്തിയതിന്റെ തൊട്ടു പിന്നാലെയാണ് വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി
വോട്ട് മുതലെടുപ്പൊക്കെ ലക്ഷ്യം വെച്ചിട്ട് നേരെ തിരിഞ്ഞറിഞ്ഞ് പോലും അത് കേട്ടാൽ പേടിച്ചോടുന്ന തരത്തിലുള്ളൊരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം വന്നതോട് കൂടിയിട്ട് ഈ പാരന്റ് നേരെ തല തിരിഞ്ഞ് ഈ സുഡാപ്പികൾ കേരളത്തിൽ ഘട്ടം ഘട്ടമായിട്ട് അവരുടെ അജണ്ട നടത്താൻ സമയമായോ എന്നൊരു ചെക്കിംഗ് പോലും അല്ലേ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് വിദ്യാഭ്യാസ മന്ത്രി ഓന്തു മാറുന്നത് പോലെ വിഷയത്തിലൊന്ന് മാറിയപ്പോഴേക്ക് സ്പോട്ടിൽ തന്നെ ഏത് പാരന്റ്, നമ്മൾ പ്രത്യേകം ഓർക്കണം, എന്റെ വിദ്യാർത്ഥിയുടെ പേരിൽ ഒരു പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പഠിച്ചു തുടരുക എന്ന് പറഞ്ഞ അതേ പാരന്റ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം വന്നതോട് കൂടിയിട്ട് നേരെ മലക്കം പറഞ്ഞു ഞാൻ അവിടേക്ക് ചേർത്തുന്നില്ല എന്ന്. കേരളത്തില് ഈ പറയുന്ന ഇടതുപക്ഷം, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, പോപ്പുലർ ഫ്രണ്ട് ഇവരൊക്കെ ഒറ്റക്കെട്ടായിട്ട് ഇവിടെ സുഡാപ്പിസത്തിന് വെള്ളവും വളവും കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അതല്ലേ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. അവിടെയാണ് കെ സുരേന്ദ്രൻ കൃത്യമായിട്ട് രംഗത്തെത്തിയിട്ട് ഹിന്ദു വിശ്വാസികൾ ഇനി കാവിത്തുണിയുമായിട്ട് പോകണം എന്ന് പറയുന്നത് ശരിയാണോ, അങ്ങനെ പോയാൽ അംഗീകരിക്കോ? ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യ. ഇതിലപ്പുറം ഈ ഒരു വിഷയത്തിന് മറുപടി പോലുമില്ല. എനിക്ക് അത്ഭുതം തോന്നുന്നത് തീർത്തും ന്യായമായിട്ടുള്ള സകല നീതിയും മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിൽക്കുമ്പോഴും അതും തെളിവുകൾ സഹിതം മാനേജ്മെന്റിന് കൃത്യമായിട്ടുള്ള നിയമത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളുണ്ട്. ഇനി ഈ വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോവാം, അവിടെ പോകുന്നതിന് അവിടെയുള്ള എല്ലാ ആളുകളും സ്വീകരിക്കാൻ തയ്യാറാണ്. ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും, അതായത് തീർത്തും നീതി മാനേജ്മെന്റിന്റെ ഭാഗത്താണ് എന്നുള്ളത് തെളിവ് സഹിതം പൊതുസമൂഹത്തിൽ എത്തിയിട്ടും ഇവിടെയുള്ള സുഡാപ്പികൾ അവർക്ക് വേണ്ടിയിട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും ഇടതുപക്ഷവും ഒക്കെ ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ കേരളം വലിയ അപകടത്തിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. കെ സുരേന്ദ്രനൊക്കെ വിളിച്ചു പറയുന്നത് പോലെയുള്ള അത്തരം നിലപാടുള്ള നേതാക്കന്മാര് നമ്മുടെ കേരളത്തിൽ ഉണ്ടായേ പറ്റൂ. അത്തരം ആളുകൾ ജനപ്രതിനിധികളായിട്ടില്ലെങ്കിൽ കേരളത്തിന്റെ ഗതി അധോഗതിയായിരിക്കും. അദ്ദേഹം കൃത്യമായിട്ട് നമ്മളൊരു ഹിജാബിനെതിരല്ല, നമ്മളൊരു പർദ്ദക്കെതിരല്ല, നമ്മൾ ഒന്നിനും എതിരല്ല, നമ്മൾ ഈ മാനേജ്മെന്റ് ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അവിടെ യൂണിഫോം ധരിച്ചു പോകണം, അതല്ല നിങ്ങൾക്ക് അത്തരത്തിൽ തന്നെ പോകണമെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോയിക്കോളൂ എന്നല്ലേ കെ സുരേന്ദ്രൻ വ്യക്തമായിട്ട് പറയുന്നത്. അത് തന്നെയല്ലേ ബോധമുള്ള ഓരോ മലയാളികളും അംഗീകരിക്കുന്നത്. ഇതുപോലെ നിലപാടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ് നമ്മുടെ കേരളത്തിൽ ജനപ്രതിനിധി ആവേണ്ടത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.